ICUവിലേക്ക് മാറ്റി. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. നിരാഹാര സമരം തുടരുമെന്ന് മഹിജ. വയറിനേറ്റ ക്ഷതം നിസ്സാരമല്ലെന്ന് ഡോക്ടർമാർ. ജിഷ്ണുവിന്റെ സഹോദരിയെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റില്ലെന്ന് പോലീസ്. വ്യാജ പ്രചാരണം കൊണ്ട് സർക്കാരിനെ വീഴ്ത്താനാകില്ലെന്ന് മുഖ്യമന്ത്രി. ജിഷ്ണു കേസിൽ ന്യായീകരണവുമായി സർക്കാരിന്റെ പത്രപരസ്യം. മഹിജയ്ക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല എന്ന് പരസ്യത്തിൽ വിശദീകരിക്കുന്നു. ഒരു സംഘം നടത്തുന്ന വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും സർക്കാർ വിശദീകരിച്ചു. പരസ്യത്തിനെതിരെ ജിഷ്ണുവിന്റെ അമ്മ മഹിജയും പ്രതിപക്ഷവും രംഗത്തുവന്നു. ജിഷ്ണു കേസ് പ്രചാരണമെന്ത് സത്യമെന്ത് എന്ന തലക്കെട്ടിലാണ് സർക്കാർ പത്രപരസ്യം പുറത്തിറക്കിയിരിക്കുന്നത്. ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ നിലത്തിട്ട് വലിച്ചിഴച്ചുവെന്നത് തെറ്റിദ്ധാരണാജനകമായ പ്രചാരണം മാത്രമാണ്. ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിലും പോലീസ് അതിക്രമത്തിന് തെളിവില്ലെന്ന് പത്രപരസ്യം ന്യായീകരിക്കുന്നു. ജിഷ്ണുവിന്റെ ബന്ധുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ച ചിലരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിഷ്ണുവിന്റെ കേസിൽ പോലീസിന് തുറന്ന സമീപനമാണെന്നും നിഷ്പക്ഷമായും കാര്യക്ഷമമായും കേസ് കൈകാര്യം ചെയ്യുമെന്നും സർക്കാർ പത്രപരസ്യത്തിൽ വിശദീകരിക്കുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച് CPIM രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സർക്കാരും അതേ സമീപനം കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പത്രപരസ്യത്തിലുള്ളതെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. സത്യമല്ല, ഒരിക്കലും സത്യമല്ല. പക്ഷേങ്കിൽ ഇത്രത്തോളം ഗവൺമെന്റിന് അത് ഇഷ്ടപ്പെടും, പിണറായി വിജയനും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആ ഒരു അവസരം ഇവരുണ്ടാക്കിയതിൽ ഒരുപാട് സങ്കടമുണ്ട്. പ്രതിപക്ഷവും പത്രപരസ്യത്തിനെതിരെ രംഗത്ത് വന്നു. എല്ലാം തെറ്റും അവാസ്തവമായ കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഈ കുടുംബത്തെ അപമാനിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായത്? പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി അങ്ങേയറ്റം കണ്ണിൽ ചോരയില്ലാത്ത നടപടിയായിപ്പോയി. മീഡിയ 1 തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയുടെ മാതാവ് മഹിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി G. സുധാകരൻ. രക്തസാക്ഷി കുടുംബത്തിലെ അമ്മ പാർട്ടിയോട് കണക്ക് ചോദിക്കുന്നത് വലതുപക്ഷ ബൂർഷ്വാ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ആരും ഇങ്ങനെ കണക്ക് ചോദിച്ചിട്ടില്ല എന്നും സുധാകരൻ മലപ്പുറത്ത് പറഞ്ഞു. ആ പ്രസ്ഥാനത്തോട് ആരും കണക്ക് ചോദിച്ചിട്ടില്ലെന്ന് എല്ലാവരും ഓർത്തിരിക്കണം. ഞാനൊരു അനുഭാവിയാണ്, അതുകൊണ്ട് കണക്ക് പറയുകയാണ് പാർട്ടിയോട്. മരിച്ച രക്തസാക്ഷി കുടുംബത്തിലെ അമ്മ ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല. അങ്ങനെ പ്രസ്ഥാനമാണിത്. കണക്ക് ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷേ കണക്ക് ചോദിക്കുന്നത് ഒരു ബൂർഷ്വാ സ്വഭാവമാണ്, ഒരു വലതുപക്ഷ സ്വഭാവമാണ്, അത് ഇടതുപക്ഷ സ്വഭാവമല്ല. സർക്കാരിന്റെ പരസ്യം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സംശയവും ആശങ്കയും മാറിയോ എന്നതാണ് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷന്റെ ചർച്ചാ വിഷയം. നമ്മോടൊപ്പമുള്ളത് A. വിജയരാഘവൻ CPIM. അദ്ദേഹം മലപ്പുറം സ്റ്റുഡിയോയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പത്മജ വേണുഗോപാൽ കോൺഗ്രസ്, മഹേഷ് കക്കത്ത് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി, അരുൺ AAP സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ്. ആദ്യം ശ്രീമതി പത്മജ വേണുഗോപാൽ, സർക്കാർ വളരെ വിശദമായ ഒരു പരസ്യം തന്നെ നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിൽ വിശാലമായ പരിശോധനയ്ക്ക് ശേഷം പോലീസ് നടപടിയിൽ ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുവെന്നും മാധ്യമങ്ങളും പ്രതിപക്ഷവും അവിടെ പ്രത്യേക താൽപ്പര്യത്തോടെ പ്രചാരവേല നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഗൂഢപദ്ധതികളുണ്ട് എന്ന കുറിപ്പോടെയാണ് ഈ പരസ്യം അവസാനിക്കുന്നത്. അത് നിങ്ങൾക്കെതിരെ കൂടിയാണ്. എന്താണ് അക്കാര്യത്തിലുള്ള മറുപടി? കുറിപ്പിറക്കിയത് വേട്ടെ, പക്ഷെ ജനങ്ങളിത് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് 2 ദിവസമായിട്ട്. ആ അമ്മയെ, മകൻ്റെ മരണത്തിൽ ദുഃഖിതമായിട്ടുള്ളൊരമ്മ പരാതി പറയാൻ പോയപ്പോൾ അവരെ വലിച്ചഴച്ചതും അവരുടെ വയറിൽ ഇടികൊണ്ടൊരു പാടുണ്ട് എന്നും പറയുന്നു. അത് നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ആളുകൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ആ വയറിപ്പോൾ ഏതായാലും പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ജനങ്ങളുടെ മുമ്പിൽ. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ ആവശ്യമുള്ള എല്ലാ ഉപകാരങ്ങളും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് അവർ 5-6 പേർക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് ബാക്കി വന്നവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ പറയുന്നു ഹിമോൽ ഭദ്രാനന്ദ അവിടെ DGPയെ കാണാൻ അതേ സമയത്ത് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അയാൾ ഇതെന്താണെന്ന് കണ്ടപ്പോൾ നോക്കാൻ പോയതുകൊണ്ടാണ് അയാളെയും പിടിച്ച് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് എന്ത് കാര്യം? അവർ പത്രക്കുറിപ്പ് ഇറക്കിയാൽ വിശ്വസിക്കാനിരിക്കുന്നവരല്ലല്ലോ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ. നമ്മൾ നേരിട്ട് പഴയ മാതിരിയല്ല, വിഷ്വൽ ജനങ്ങളെല്ലാം കണ്ടതാണ് എന്നാണ് ഞാൻ വരാം. A. വിജയരാഘവന്റെ മറുപടിയിലൂടെയാണ് ഇത് തുടങ്ങേണ്ടത് തോന്നുന്നു. A. വിജയരാഘവൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും തെളിമയുള്ള ഉത്തരം പറഞ്ഞും ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവല്ലോ, നിങ്ങൾ ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഖജനാവിലെ പണം മുടക്കി ഇത്ര അസാധാരണമായ ഒരു നടപടി, പത്രപരസ്യം?
അതിൽ സാധാരണ ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം അത് വാർത്താ സമ്മേളനം നടത്താം, കാര്യങ്ങളെ വിശദീകരിക്കാം, അതോടൊപ്പം പത്രത്തിൽ ഗവൺമെന്റിന്റെ വിശദീകരണം കൊടുക്കാം. കാരണം നമ്മളെ മാധ്യമ സുഹൃത്തുക്കൾ വാർത്തകളൊക്കെ ജനങ്ങളെ അറിയിക്കാൻ വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നതാണ്. ആ നിലയിലുള്ളതല്ലേ പത്രം. അപ്പോൾ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് നല്ലതല്ലേ, എല്ലാവർക്കും നല്ലതാണ്. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. അതിൽ അസാധാരണമായ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്താമല്ലോ. ഇതിലും കൂടുതൽ സംശയങ്ങൾ തിരികെ ചോദിക്കാനുള്ള അവസരവുമുണ്ട്. അതിനും വ്യക്തതയുള്ള ഉത്തരവും നൽകാമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ അസാധാരണമായ തീരുമാനമെടുക്കുക എന്നാൽ ഇതിൽ ഖജനാവിലെ പണമാണ്. അതെടുത്ത് തോന്നുംപടി ഇങ്ങനെ പെരുമാറാനുള്ളതല്ലല്ലോ. ഇതൊരു വാർത്താ സമ്മേളനത്തിൽ പരിഹരിക്കാവുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്ന കൂടുതൽ സൗകര്യം കൂടി കിട്ടുമായിരുന്ന ഒന്നായിരുന്നല്ലോ. അത് സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു പരസ്യം, അസത്യം മാത്രം നിറഞ്ഞ പരസ്യം എന്നുകൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. കള്ളം പറയുന്ന പരസ്യം കൊടുത്ത് രക്ഷപ്പെട്ട് കളയാമെന്നാണോ നിങ്ങൾ കരുതിയത്? അത് നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചോണ്ടാ. കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് നിങ്ങളുടേത് ഉൾപ്പെടെ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് അങ്ങോട്ടും ചേരും, നന്നായിട്ട് ചേരും. കളവ് പറഞ്ഞ് ശീലിച്ച ഒരാൾക്ക് മാത്രമേ നിങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കാൻ കഴിയൂ. അവിടെ ധാരാളം കളവ് പ്രചരിപ്പിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഉള്ളൊരു സ്ഥിതിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാമല്ലോ? നിങ്ങൾക്കൊരു വാർത്താ സമ്മേളനത്തെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ പ്രതിനിധിക്ക് ഒരു വാർത്താ സമ്മേളനത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളിൽ, ഈ പരസ്യത്തിൽ പറയുന്നതിൽ അവാസ്തവമായ കാര്യങ്ങൾ വേറെയുണ്ട്. അത് ഞാൻ പ്രത്യേകമായി തന്നെ ചൂണ്ടിക്കാണിക്കാം. ഇതെന്തുകൊണ്ടാണ് ജനങ്ങളെ, ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന ഭീരുത്വം ഇവിടെ നിങ്ങൾക്ക് വരുന്നത്? ഞങ്ങൾക്കൊരു ഭീരുത്വത്തിന്റെയും പ്രശ്നമില്ല. ഗവൺമെന്റ് ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, CPM ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പത്രപരസ്യവും കിടക്കട്ടെ. അതൊക്കെ ഗവൺമെന്റിന്റെ പ്രവർത്തന രീതിയിൽ. അത് നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാവാം, നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ വിശകലനങ്ങൾ ഉണ്ടാവാം, അഭിപ്രായമുണ്ട്, വ്യക്തി എന്ന നിലയിലുണ്ടാവാം, നിങ്ങളുടെ മാധ്യമത്തിനുണ്ടാവാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം. സമൂഹത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടല്ലോ. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ പല പല അഭിപ്രായങ്ങൾ ചേരുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു തെറ്റും തരാറുള്ള കാര്യമില്ല. നിങ്ങൾക്ക് അത് സംബന്ധിച്ച് വിമർശനപരമായ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശം നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റിന് ഒരു പ്രവർത്തന രീതിയുണ്ട്. ആ പ്രവർത്തന രീതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഒരു പരസ്യം കൊടുത്തിരിക്കുന്നു. അതിൽ ഇത്ര വിമർശിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതിന് ഖജനാവിലെ പണമായതുകൊണ്ട് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് താങ്കൾ സമ്മതിച്ചു തരുന്നുമുണ്ടല്ലോ. അത്രയുമായി ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. ഒന്നാമത്, ഈ പരസ്യത്തിൽ അതിൻ്റെ ഒരു 3, 4, 5 സർക്കാർ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പറയുന്നതിൽ അധികവും നുണകളാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ജിഷ്ണുവിൻ്റെ അമ്മയും മറ്റു ചില ബന്ധുക്കളും ഉൾപ്പെടെ 6 പേർ വടകരയിൽ നിന്നും DGPയെ കാണുവാനെത്തിയിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? 14 ആളുകളാണ് അവരുടെ ബന്ധുക്കളായി തിരുവനന്തപുരത്ത് വന്നത്. 6 പേർ വന്നുവെന്നാണ് സർക്കാരിൻ്റെ പരസ്യത്തിൽ പറയുന്നത്. ജിഷ്ണുവുമായി ബന്ധമില്ലാത്ത വലിയ സംഘത്തെയും അകത്തേക്ക് കടത്തിവിടാൻ അനുവാദം ചോദിച്ചപ്പോഴാണ് പ്രശ്നമുണ്ടായത്. ഏതാണ് വലിയ സംഘം? ആകെ ബന്ധുക്കളായ 14 പേരും പിന്നെ പുറത്തുനിന്ന് വന്നവരെന്ന് പറയപ്പെടുന്നതും കൂട്ടി ആകെ 21 പേരെ പോലീസിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പോലും ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ ജനവികാരം ഉണ്ടാക്കി കളയാമെന്ന മിഥ്യാബോധമാണോ സർക്കാരിന്? സർക്കാരിന് വളരെ യാഥാർത്ഥ്യബോധമേ ഉള്ളൂ. മിഥ്യാബോധം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രചരിപ്പിച്ച് ആ സൽഗുണം ഈ സർക്കാരിന് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപപ്പെട്ടു വന്ന വിഷയത്തിലെ വസ്തുതകളെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. വസ്തുതകളല്ല മാധ്യമങ്ങൾ അറിയിച്ചത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ല, അതിന്റെ പേരിൽ നിങ്ങൾ കൊടുക്കുന്നത് വസ്തുതയാണോ എന്നാണ് ശ്രീ വിജയരാഘവൻ ഞാൻ ചോദിക്കുന്നത്. 6 പേർ വന്നു, ബാക്കിയുള്ളവരെല്ലാം പുറത്തു നിന്നുള്ളവരായിരുന്നു എന്ന അവാസ്തവം ഒരു ഭരണകൂടം പറയുകയാണ്. മറ്റൊന്ന്, റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിലും പോലീസ് അതിക്രമത്തിന് തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി ആയിരിക്കണം സ്വാഭാവികമായും പത്രങ്ങൾക്ക് ഇത് അച്ചടിക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. റേഞ്ച് IG റിപ്പോർട്ട് അപ്പോഴും സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഇതിൽ നടത്തിയിട്ടുള്ളത്? സർക്കാരിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് കൊടുക്കുക. അതിന് യാതൊരു സംശയമില്ല. സർക്കാരിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അതിലെന്താ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. നിങ്ങൾ അതിന് നൽകുന്ന നിങ്ങളുടേതായ വ്യാഖ്യാനങ്ങളാണ്. വ്യാഖ്യാനങ്ങളും വസ്തുതയും രണ്ടും രണ്ടാണ്.
താങ്കൾ ഇങ്ങനെ പൊതുവായി പറഞ്ഞു പോയാൽ എനിക്കതിനൊന്നും പറയാൻ കഴിയില്ല. താങ്കൾ സ്പെസിഫിക്കായി ഉത്തരം പറയുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും താങ്കളോട് പരിഭവിക്കുന്നത്. സി വിജയരാഘവൻ ഇതിൽ പറയുന്നവയിൽ പ്രധാനപ്പെട്ട പോർഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നുണകൾ ചേർന്ന വാചകങ്ങളാണ് എന്നതാണ് ഞാൻ പറയുന്നത്. 6 പേർ വടകരയിൽ നിന്ന് വന്നു, ബാക്കിയുള്ളവരെല്ലാം പുറത്തു നിന്നുള്ളവരായിരുന്നുവെന്നും അവർക്കെല്ലാം കൂടി അകത്തേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അതാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് എന്നും സർക്കാർ നുണ എഴുതി വച്ചിരിക്കുന്നു ഈ പത്രപരസ്യത്തിൽ. അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഉണ്ട്. നിങ്ങളൊരു നുണ പറയുകയാണ്. നിങ്ങൾ ഈ പത്രത്തിൽ മാധ്യമത്തിന്റെ കസേരയിലിരുന്ന് മനോഹരമായ കളവുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നവരെല്ലാം വടകരയിൽ നിന്ന് ബസ് ടിക്കറ്റ് എടുത്ത് വന്നവരെല്ലാം അവിടെ വന്നിരിക്കുന്നത് എന്ന് സർക്കാർ പറഞ്ഞത് സത്യമാണ്. നിങ്ങളത് അസത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ലാതാവോ? ഞാൻ പറയുകയാണ് 6 പേർ. ഞാൻ ഇടപെടട്ടെ. 6 പേർ വരുന്നു വടകരയിൽ നിന്ന് എന്ന് സർക്കാർ പറഞ്ഞതിൽ പിഴവുണ്ട്. വന്ന 14 പേർ രക്തബന്ധമുള്ളവരാണ്. ആ 14 പേർക്ക് കാണണമെന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഷാജഹാനെയും ഷാജിർ ഖാനെയും തോക്കുസ്വാമിയെയും കടത്തിവിടണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അത് തെറ്റായി പറഞ്ഞ് ജനങ്ങളെ ഇതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നാണ്. വലിയ സംഘത്തെ അകത്തേക്ക് കടത്തിവിടണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനെ ഞാൻ എങ്ങനെ പിന്തുണയ്ക്കുക? അത് സാധിക്കൂല. ഇവിടെ സംഭവിച്ചത് വളരെ കൃത്യമാണ്. 6 പേർക്കാണ് അനുവാദം നൽകിയത് കാണാൻ വേണ്ടി. ആ 6 പേർക്ക് കാണാൻ DGP അനുവാദം നൽകി. അതൊരു വസ്തുതയാണ്. ബാക്കിയുള്ളവർക്ക് അനുവാദം നൽകിയിട്ടില്ല, അതും വസ്തുതയാണ്. ഞാൻ ഈ പത്രപരസ്യത്തിൽ പറയുന്നത് മാത്രമേ പറയൂ. എന്നാൽ DGPയെ കാണുവാൻ അനുമതിയില്ലാത്ത, വിഷ്ണുവുമായി ബന്ധമില്ലാത്ത ഒരു വലിയ സംഘത്തെയും ഇവരോടൊപ്പം DGP ഓഫീസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് സുരക്ഷാ കാരണങ്ങളാൽ നിഷേധിച്ചു. ഒന്നവിടെ വന്ന 14 പേർക്ക് ജിഷ്ണുവുമായി ബന്ധമുള്ളവരാണ്. അവരെ മാത്രം കടത്തിവിടണമെന്നേ ആവശ്യപ്പെട്ടിട്ടുമുള്ളൂ. ഷാജിർ ഖാനെയും ഷാജഹാനെയും തോക്കുസ്വാമിയെയും ഒന്നും കടത്തിവിടണമെന്ന ആവശ്യം അവരെ ഉന്നയിച്ചിട്ടില്ല എന്ന് ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് അന്ന് അവർ പറഞ്ഞതാണ്. പക്ഷെ സർക്കാർ പറയുന്നു വടകരയിൽ നിന്ന് 6 പേരെ വന്നിട്ടുള്ളൂ. അതുതന്നെ തെറ്റാണ്. അതിൽ കൂടുതൽ ആളുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ജിഷ്ണുവുമായി ബന്ധമില്ലാത്ത ആളുകൾ അകത്ത് കടക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതും തെറ്റാണ്. നിങ്ങൾ എണ്ണിണ്ടാവാം. നിങ്ങൾക്കാണ് എണ്ണം അറിയാത്ത എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ പറയുന്നത് എന്താ? 6 പേർക്കാണ് കാണാൻ അനുവാദം കൊടുത്തത്. അത് ശരിയാണ്. വടകരയിൽ നിന്ന് ചിലപ്പോൾ അതിലധികം ആൾ വന്നിട്ടുണ്ടാവും. അതും ശരിയാണ്. വടകരയിൽ നിന്ന് വന്നവർ എണ്ണം നിങ്ങളുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾക്ക് സർക്കാരിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതും നമുക്ക് അംഗീകരിക്കാം. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതും അംഗീകരിക്കാം. പക്ഷേ നിങ്ങളും കളവിന്റെ കൂടെ നിൽക്കുകയാണ്. അത് നിങ്ങൾ അംഗീകരിച്ചോളണം. ഞങ്ങളെ നേരെ അത് ഇങ്ങോട്ട് വെക്കണ്ട. ഞാൻ വരാം. താങ്കൾ KYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് നമ്മോടൊപ്പമുണ്ട്. മഹേഷ്, ഇവിടെ സർക്കാരിൻ്റെ ഈ പരസ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തങ്ങൾക്കെതിരായ പോലീസ് നടപടിയിൽ പരിക്കു പറ്റിയെന്നും പോലീസ് നടപടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുമുള്ള മൊഴികളും അവരുടെ ആരോപണങ്ങളും ബന്ധുക്കളുടെയും അമ്മയുടേതും അടക്കം പൂർണ്ണമായും ഈ സർക്കാർ നിരാകരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിക്കും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ്. നീതീകരിക്കാവുന്ന നിലപാടായി വിലയിരുത്തുന്നുണ്ടോ? മഹേഷിന് കേൾക്കാമോ? മഹേഷിന് കേട്ടുകൂടാ. പത്മജ വേണുഗോപാൽ, ഇതാണ് വിജയരാഘവൻ CPIMന്റെ മുതിർന്ന നേതാവ് നൽകുന്ന വിശദീകരണം. സർക്കാരിൻ്റെ പരസ്യത്തിൽ ഇത്തരം ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ജനങ്ങളെ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്താണ് ശരി എന്ന് ബോധ്യപ്പെടുത്താനായി എഴുതി ഉണ്ടാക്കിയ പത്രപരസ്യത്തിലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് വിജയരാഘവൻ. എന്തു തോന്നുന്നു താങ്കൾക്ക്? അത്തരം ചില സാങ്കേതികമായ പിഴവുകൾ നിസ്സാരപ്പെട്ടവയാണോ? ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണിത്. അല്ല, ശ്രീ വിജയരാഘവൻ്റെ സംസാരം ഞാൻ കേട്ടോതിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ പുച്ഛത്തോടും ഒരു തമാശ രൂപത്തിലുമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. ഇതങ്ങനെ കേൾക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്നലെ തന്നെ MA ബേബി പറഞ്ഞ കാര്യം അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് മലക്കം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കും ഇങ്ങനെയൊക്കെ പറയണമെന്ന്. അദ്ദേഹത്തിലെ മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യൻ, ഇത് പാർട്ടിയൊക്കെ പോട്ടെ, ആർക്ക് കണ്ടാലും മനസ്സിന് വേദന വന്നൊരു കാര്യമാണ് ഇന്നലെ ഉണ്ടായത്.
ഈ നേരിട്ട് കണ്ട കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് അത് പറയുന്ന പത്രക്കാരും എല്ലാം സത്യമല്ല പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും നുണയാണ് പറയണതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതിന് എന്താ ഉത്തരം പറയാൻ പറ്റുക? ശ്രീ വിജയരാഘവൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു അതിശയമില്ല. കാരണം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ MA ബേബി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിലിത്തിരി വിവരമുള്ള ആളുകളുണ്ടല്ലോ എന്ന്. പക്ഷെ അദ്ദേഹം ഇന്നിപ്പോൾ തിരുത്തി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നെറുകേടാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. കാരണം ഈ പത്രപരസ്യം വായിച്ചാൽ മനസ്സിലാവുക, നിങ്ങൾ പൂർണ്ണമായും മഹിജയുടെ, ജിഷ്ണുവിന്റെ അമ്മയുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ ആരോപണങ്ങൾ, പോലീസിന് നൽകിയിട്ടുള്ള മൊഴികൾ അത് പൂർണ്ണമായും ഈ സർക്കാർ നിരാകരിക്കുകയാണെന്നാണ്. അതായത് മഹിജയും അവരുടെ കുടുംബാംഗങ്ങളും പോലീസ് നടപടിയുടെ പേരിൽ കള്ളം പറയുന്നു എന്നാണോ സർക്കാരിന്റെ നിലപാട്? അതാണോ ഈ പത്രപരസ്യത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ അതിനെ വായിച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണത്തിൽ വായിച്ചെടുക്കാം. ശ്രീമതി പത്മജ വേണുഗോപാലിന് അവരുടെ വീക്ഷണത്തിൽ വായിച്ചെടുക്കാം. എനിക്ക് എന്റെ വീക്ഷണത്തിൽ വായിച്ചെടുക്കാം. കാരണം നമ്മളൊക്കെ ഒരു നിലപാടുള്ളവരാണ്. പത്മജ വേണുഗോപാലിന് ഒരു നിലപാടുണ്ട്. നിങ്ങളുടെ മാധ്യമത്തിനും നിങ്ങൾക്കും നമുക്കൊക്കെ ഒരു നിലപാടുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അതാണല്ലോ ഈ നമ്മുടെ സമൂഹത്തിന്റെ സവിശേഷത. ആ വ്യത്യസ്തമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കതിനെ വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ശ്രീമതി പത്മജ വേണുഗോപാൽ പറഞ്ഞതല്ല വസ്തുത. ഇതിലെ പ്രയാസം അനുഭവിക്കുന്ന അമ്മയോട് എല്ലാവർക്കും സഹതാപം ഉണ്ടാവും. ഞങ്ങൾക്ക് കൂടുതൽ സഹതാപം ഉണ്ടാവും. കാരണം അവരൊരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. നമ്മുടെ ഈ കേരളത്തിൽ പത്മജ വേണുഗോപാലൊക്കെ ആലോചിക്കണം. പണ്ട് ഇവിടെ ഒരു അമ്മ ഭ്രാന്തിയായിട്ട് നടന്നിരുന്നു. ഈ കേരളത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയെ കൊന്ന് കക്കയം ഡാമിലിട്ട് കൊലപ്പെടുത്തി. അമ്മയ്ക്ക് ഒന്നും കുട്ടിയെ കാണാൻ പോലും പറ്റിയില്ലോ. അങ്ങനെ ഭ്രാന്തിയായ ഒരു അമ്മയും നമ്മൾ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. ഞങ്ങളെ നേരെ വിരൽ ചൂണ്ടേണ്ട അക്കാര്യത്തിൽ. ഞങ്ങൾ ഒരമ്മേനെയും ഭ്രാന്തിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബത്തോടും മോശപ്പെട്ട സമീപനം ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ ഇത് ഒരു സ്വാശ്രയ കോളേജ് എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഉൽപ്പന്നത്തിന്റെ പ്രത്യുൽപ്പന്നമാണ്. സ്വാഭാവികമായിട്ടും ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്കുണ്ടാവുന്ന വിഷമത്തെ സംബന്ധിച്ച് ആർക്കാ തർക്കമുണ്ടാവുക? ഏതെങ്കിലും മനുഷ്യനുണ്ടാവും? കേരളത്തിൽ ഒരു മനുഷ്യനും ഈ വിഷയത്തിൽ വ്യത്യസ്ത സമീപനം പുലർത്തുന്നില്ല. ഇടതുപക്ഷം വിശേഷിച്ചും പുലർത്തുന്നില്ല. ആ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല ഇത്. അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അവരോട് പൂർണ്ണമായ അവരുടെ വിഷമതയിൽ ഒത്തുനിന്നുകൊണ്ട് അവരെ എത്രത്തോളം സഹായിക്കാനാവുമോ അത്രത്തോളം എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അരുൺ നമ്മോടൊപ്പമുണ്ട്. അരുൺ, എന്താണ് ഈ പത്രപരസ്യത്തിൽ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ജിഷ്ണുവിന്റെ അമ്മയുടെ നില ഓരോ ദിവസം കൂടുന്തോറും വഷളാവുകയാണ്. ജിഷ്ണുവിന്റെ പെങ്ങളും വളരെ മോശം ആരോഗ്യ സാഹചര്യത്തിലാണുള്ളത്. സർക്കാർ പക്ഷെ അതിന് വഴങ്ങുന്നില്ല. ജനവികാരം ഉയർന്നു വരുന്നതിനെയോ വലിയ തോതിലുള്ള വിമർശനങ്ങളെ ഒന്നും വകവയ്ക്കുന്നില്ല. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനൊരു മാറ്റവുമില്ല. പോലീസ് ചെയ്തതിൽ ഒരു പ്രശ്നവുമില്ല എന്നതിൽ ഞങ്ങൾക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണോ ഇതുവഴി? ഇന്ന് ശ്രീ പിണറായി വിജയന്റെയും ശ്രീ പ്രകാശ് കാരാട്ടിന്റെയും എല്ലാം സ്റ്റേറ്റ്മെന്റ്സും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ അവരിതിൽ കുറ്റം മുഴുവൻ ജിഷ്ണുവിന്റെ മാതാവിന്റെ സഹോദരനിലും അവരുടെ കൂടെ വന്ന ആളുകളിലും അവരിലാണ് ഇവർ കുറ്റം കാണുന്നത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായ നടപടിയിൽ യാതൊരു കുറ്റവും കാണാത്ത രീതിയിലാണ് ഇവർ ഈ വിഷയത്തെ ഇവര് പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പത്രക്കുറിപ്പിൽ തന്നെ നോക്കുക. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഷ്യം പത്രക്കുറിപ്പ് വരുന്നത്. പക്ഷേ ഇതേ സർക്കാരിന്റെ ആശുപത്രിയിലെ ഡോക്ടറല്ലേ അവിടെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് 10 ദിവസത്തെ നിർബന്ധപൂർവമായ റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ആരോഗ്യപരമായി ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഡോക്ടർ എന്തിനാണ് പറഞ്ഞത് 10 ദിവസത്തെ നിർബന്ധപരമായ റെസ്റ്റ് അവർക്ക് വേണമെന്നുള്ളത്? അപ്പൊ അതിനർത്ഥം അവർക്ക് അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് പോലീസ് അവരെ മിസ്ഹാൻഡിൽ ചെയ്തതിന്റെ പേരിൽ അവർക്ക് അവിടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് കുറ്റം മുഴുവൻ, അതായത് ഞങ്ങളൊരു 6 പേർക്ക് പെർമിഷൻ കൊടുത്തു, അതിൽ കൂടുതൽ ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നു, അതാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള ഒരു ടെക്നിക്കൽ വാദം പറഞ്ഞ് സർക്കാർ ഇതിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ ടെക്നിക്കൽ വാദം ഒരു വിധത്തിലും യോജിക്കാവുന്നതല്ല. ഇവിടെ നമ്മൾ ഇതിന്റെ ടോട്ടാലിറ്റിയിൽ ഈ വിഷയത്തെ കാണണം. അതായത് ഇതിന്റെ ഒരു പവർ അസിമെട്രി നമ്മൾ നോക്കൂ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വിട്ട് ജോലി ആയിട്ട് വരുന്നു എന്ന് പ്രതീക്ഷിച്ച് വിടുന്ന മകൻ മരിച്ചു വീട്ടിലേക്ക് വരുന്നു. അതിന്റെ ഉത്തരവാദികൾ എന്ന് കുടുംബം ആരോപിക്കുന്ന ആളുകളൊക്കെ പുറത്ത് രാജകീയമായി വിലസുന്നു. ഈ സാഹചര്യത്തിൽ
പ്രത്യേകിച്ച് യാതൊരു അധികാരമില്ലാത്ത സാധാരണ കുടുംബവും എല്ലാവിധ അധികാരങ്ങളും നിക്ഷിപ്തമായ ഒരു സർക്കാരും ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു പവർ അസിമെട്രി എന്ന് പറയാം. അപ്പൊ എന്നിട്ട് സർക്കാർ പറയുന്ന രീതിയിലെ ഈ കുടുംബം പ്രതിഷേധിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ കയ്യിലെ കാശ് മുടക്കി ഞങ്ങൾ പരസ്യം ചെയ്ത് നാറ്റിക്കും, ഇല്ലെങ്കിൽ കൂടെ കൊണ്ടുവരുന്ന പൊതുപ്രവർത്തകരെ ഞങ്ങൾ പിടിച്ച് അകത്തിടും. ഇതാണ് സർക്കാരിന്റെ നിലപാട്. ഞാൻ പറഞ്ഞ ഈ നിലപാടിലാണ് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ നോക്കൂ, KM ഷാജഹാൻ, ഷാജിർ ഖാൻ, ഈ നിങ്ങളുടെ ഏതെങ്കിലും ചാനലുകളുടെ വിഷ്വൽസിൽ ഇവർ ഈ ഷാജഹാനും ഷാജിർ ഖാൻ ഈ 2-3 ആൾക്കാർ ഇവർ എന്ത് ചെയ്യാൻ ആ സമരത്തിൽ വന്നിട്ട്? ഇവരവിടെ സർക്കാരിനെതിരെയോ പോലീസിനെതിരെയോ ഇവരവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വാക്കാൽ എന്തെങ്കിലും കുറച്ച് നിർദ്ദേശങ്ങൾ ഈ ജിഷ്ണുവിന്റെ മാതാവിനും കുടുംബത്തിനും കൊടുക്കാൻ സാധിച്ചേക്കാം എന്നല്ലാതെ ഈ ഷാജിർ ഖാനെയും ഷാജഹാനെയും അവരത് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന വാദം നിലനിൽക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്. മഹേഷ് കക്കത്ത്, AIYF സംസ്ഥാന സെക്രട്ടറി, ടെലിഫോൺ ലൈൻ. മഹേഷ് കക്കത്ത്, ഇന്ന് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചവരാണ് CPI യുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും അതിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയും. പ്രകാശ് കാരാട്ട് പറയുകയാണ്, മുന്നണിയിലുള്ള കക്ഷി നേതാക്കൾ ഓർക്കണം, ഇത് നമ്മൾ ഭരിക്കുന്ന സർക്കാരാണ്, നമ്മൾ പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നത് എന്ന ബോധ്യം വേണമെന്ന്. അതായത് വിമർശനം വേണ്ട എന്ന നിർദ്ദേശമാണ് CPIM-ന്റെ നേതൃത്വം നൽകുന്നത്. വിമർശിക്കാൻ തക്ക എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? വിമർശനം സ്വാഭാവികമായും ഉയർന്നു വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളാണ്, അല്ലെങ്കിൽ അവരെല്ലാം ശത്രുവാളയത്തിൽ നിർത്തേണ്ടവരാണെന്നുള്ള ധാരണയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിന്റെ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോ ഘട്ടത്തിലും ഈ കഴിഞ്ഞ ഒരു 3 മാസക്കാലത്തിനിടയിൽ ജിഷ്ണുവിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ നിലവാരത്തിലുള്ള സമരങ്ങളും ഈ ആവശ്യങ്ങളും പ്രതികളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയുണ്ടായി. അപ്പോഴൊന്നും വേണ്ടത്ര ജാഗ്രതയോടുകൂടി കേരളത്തിലെ പോലീസ് ഇതിനകത്ത് ഇടപെട്ടില്ല എന്നതിന്റെ വലിയൊരു ദുരന്തമാണ് നമ്മൾ ഇന്നിപ്പം കേരളത്തിനകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തിയ വിമർശനം AIYF-നെ സംബന്ധിച്ച് ഈ വിമർശനം ഉന്നയിക്കുന്നത് ശത്രുവാളിത്തിൽ നിന്നല്ല. സ്വാഭാവികമായും തിരുത്തേണ്ടത് തിരുത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി ഞാൻ ഇടപെടട്ടെ. എന്തുകൊണ്ടാണ് ആ തിരുത്തലുണ്ടാവാത്തത് ശ്രീ മഹേഷ്? എന്തുകൊണ്ടാണ് തിരുത്തലുണ്ടാവാത്തത്? തിരുത്തേണ്ടത് ആരാണ്? ലോക്നാഥ് ബെഹ്റയാണോ അതോ പിണറായി വിജയനോ? സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് തിരുത്തൽ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടി ഭാഗമാണ്. അപ്പൊ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് തിരുത്താൻ ബാധ്യതയുണ്ട്. അങ്ങനെ തിരുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് മഹേഷേ? ഒരു പ്രശ്നവും ഈ പോലീസിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് സർക്കാർ ഇപ്പോൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരു ഭാഗത്തിരുന്ന് പോലീസിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആര് വകവെക്കും? ഇല്ലില്ല, ആര് വകവെക്കും എന്നുള്ളതല്ല. സർക്കാരിന്റെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാനുള്ള റൈറ്റ് ആ സർക്കാർ നിങ്ങൾ കൂടി ചേർന്നുണ്ടാക്കിയ CPI കൂടി ചേർന്നുണ്ടാക്കിയ സർക്കാരാണ്. അക്കാര്യത്തിൽ കാനം രാജേന്ദ്രന്റെ ഭിന്നാഭിപ്രായമുണ്ട് താനും. പക്ഷേ IG-യുടെ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ പോലീസിനൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് ഇവിടെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. ആവർത്തിച്ച് പോലീസിന് വീഴ്ചയില്ല എന്ന് പറയുകയുമാണ് സർക്കാർ. പിന്നെ നിങ്ങൾ പറയുന്നു വീഴ്ചയുണ്ടെന്ന്. CPI-യുടെ അഭിപ്രായം CPI-യുടെ നേതാക്കന്മാർ പറയും. ഞാൻ AIYF-നെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ഈ കാര്യത്തിൽ തുടക്കം തൊട്ട് ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള സമരം നേരിട്ട് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബം നടത്തിയ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി ചേരുകയും ചെയ്ത ഒരു സംഘടന എന്നുള്ളതിലാണ് ഓരോ ഘട്ടത്തിലും അഭിപ്രായം പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ സമരത്തോടൊപ്പം ചേരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് ഈ സർക്കാരിൽ നിന്ന് പരിപൂർണമായ നീതി അവർക്ക് വേഗത്തിൽ ലഭ്യമാകുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ? അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ. ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണല്ലോ സർക്കാർ ഇന്ന് പരസ്യം തന്നെ ഇറക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ പരസ്യം ഇറക്കുന്നത് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേരിട്ട് കാഴ്ചകൾ വിഷ്വൽ മീഡിയയിലൂടെയും പ്രിന്റ് മീഡിയയിലൂടെയും എല്ലാം കാണുകയും വായിക്കുകയും ചെയ്ത ആളുകളുടെ മനസ്സിൽ ഉണ്ടായ ധാരണകളും ബോധ്യവും തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ സംഭവം സർക്കാരിന്റെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേറ്റിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ വലിയ ചർച്ച രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു? സ്വാഭാവികമായിട്ട് നമ്മളൊരു വലതുപക്ഷ ഭരണകൂടം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയും കൂടി ജാഗ്രതയോടുകൂടി ആ പോലീസ് ആസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് വാർത്തകൾ വായിച്ച കണ്ട ആളുകൾക്കെല്ലാം ബുദ്ധിയുള്ള കാര്യമാണ്. പോലീസ് അതിന്റെ അകത്ത് കാണിച്ച ജാഗ്രത കുറവെല്ലാം തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് എതിരായി ജനങ്ങളുടെ പൊതുവിലുള്ള ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്, അത് നമ്മുടെ സർക്കാരിന് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് ആ നിലയ്ക്ക് എടുക്കപ്പെടുന്നില്ലല്ലോ. എടുക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് അവരൊരു നിലയ്ക്കും അതിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ. പോലീസിനേക്കാൾ തിടുക്കമാണ് അവർക്ക് പോലീസിനെ ന്യായീകരിക്കാൻ. നിരാശ തോന്നുന്നുണ്ടോ താങ്കൾക്ക്?
അല്ല, നിരാശയല്ല. നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ജിഷ്ണുവിന്റെ നീതി മാത്രമല്ല. ജിഷ്ണുവിന്റെ നീതി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു മാനം ഞങ്ങൾ കാണുന്നത് കേരളത്തിനകത്തുള്ള ഈ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ ഒരു 1.5-2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പീഡനത്തിന്റെ കഥകൾ നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായി പുറത്തു വന്നത്. അപ്പൊ ഈ ഒരു സന്ദേശം ഇങ്ങനെയുള്ള ജിഷ്ണുവിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട മാനേജ്മെന്റ്, കച്ചവട മാനേജ്മെന്റ്, അവര് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്ന മറ്റ് നിരവധിയായ മാനേജ്മെന്റിനുള്ള വലിയൊരു സന്ദേശമാണ്. ഞാൻ പറയാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ എ വിജയരാഘവൻ, ഇന്ന് പോലീസ് ഡോക്ടർമാർ പറയുകയാണ് വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യനിലയല്ല അവരുടേതെന്ന്. അവരുടെ ആരോഗ്യനില മോശമാകുന്നതിന് അവരുടെ ഈ കുറേ ദിവസങ്ങളായുള്ള ഭക്ഷണക്രമം, ഇപ്പോഴത്തെ നിരാഹാരമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടെയും അവരുടെ വയറിനേറ്റ പരിക്കിനെ കുറിച്ച് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരെ അവിടെ കാണാൻ പോയവരൊക്കെ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു തരുന്നുമുണ്ട്. അവർക്ക് ആ നിലയ്ക്ക് പരിക്കേറ്റു, പോലീസിന്റെ ബൂട്ടേറ്റ് ചവിട്ട് കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അവരുടെ ബന്ധുക്കളിൽ ചിലരും പരിക്കേറ്റതിൻ്റെ കാര്യം പറയുകയും പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ACPയുടെ അന്വേഷണത്തിൽ. പക്ഷേ സർക്കാരിൻ്റെ പരസ്യം വായിച്ചാൽ മനസ്സിലാവുക പോലീസ് അവിടെ ഏറ്റവും വിശുദ്ധമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ്. അതായത് പോലീസിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ജിഷ്ണുവിൻ്റെ അമ്മയെയും അവരുടെ ബന്ധുക്കളെയും പൂർണ്ണമായും നിരാകരിക്കുകയും ചെയ്യുന്നു സർക്കാർ എന്ന് ഈ പരസ്യത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ അമ്മയെ നിരാകരിച്ചു എന്ന് മനസ്സിലാക്കാം, പോലീസിനെ സംരക്ഷിച്ചു എന്ന് മനസ്സിലാക്കാം. അതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള സർക്കാരിന്റെ ഒരു അഭിപ്രായ പ്രകടനമാണത്. അതിൽ വളരെ വസ്തുനിഷ്ഠമാണത്. വസ്തുനിഷ്ഠമായ കാര്യത്തിനാണ് അവിടെ പ്രാധാന്യം. നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ടല്ല അതിനെ ഇപ്പോൾ വീക്ഷിക്കും. നിങ്ങൾക്കതിൽ താല്പര്യമില്ല. ഓക്കെ, അത് മാധ്യമങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം വിട്ടേക്കൂ. ജിഷ്ണു പ്രണോയിയുടെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അവരുടെ സമരത്തിൽ ഇപ്പോഴും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ഈ സമരം സർക്കാരിനെതിരെയല്ല, ഞങ്ങളുടെ സമരം പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യാതെ DGPയുടെ ഓഫീസിലേക്ക് പോയതെന്ന്. ആ നിലയിൽ നിലപാടെടുത്ത് വന്നവരാണ് അവർ പറയുന്നു പക്ഷേ പോലീസ് ഞങ്ങളെ മർദ്ദിച്ചുവെന്ന്. ആ മൊഴിയെ നിങ്ങൾ നിരാകരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സിമ്പിളായ ചോദ്യം. മാധ്യമങ്ങൾ പറയുന്ന പ്രചാരവേല വിട്ടേക്കൂ. ആ മൊഴി അവിടെ നിൽക്കട്ടെ. അവരൊരു അഭിപ്രായം, ഒരു സ്കിർമിഷ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ അവരെ നമ്മളെല്ലാവരും കണ്ടതാണ്. അവരെ പൊക്കിയെടുക്കുകയാണ് ചെയ്തത്. ഒരാൾ കിടന്നാൽ ഒരു സംഭവത്തിൽ അവിടെ വന്ന ഒരാൾ കിടന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പോലീസ് എന്താ ചെയ്യുക? നമ്മളൊക്കെ പോയി കിടന്നിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. അവർ കിടന്ന് അവരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു, അത്രയും സംഭവിച്ചതുമാണ്, അത് സമ്മതിച്ചു. പക്ഷെ അവരിപ്പോ പിന്നെ അവർക്ക് പരിക്കേറ്റു, അവർക്ക് പോലീസ് ബൂട്ടേറ്റു പരിക്കേറ്റു, അവരുടെ ബന്ധുക്കളിൽ ചിലർക്ക് പുറത്ത് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നതോ പിന്നെ 500 ഒരുപാട് തവണ കാണിക്കുമ്പോ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അന്ന് നിങ്ങളാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അന്ന് ആ ദിവസം ഒരു പത്രവും അവർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അന്ന്. അപ്പോൾ അത് നുണയാണെന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. ശ്രീ പത്മജ വേണുഗോപാൽ, അവിടെ ഇപ്പോൾ ആശുപത്രിയിലാണ് ആ സ്ത്രീ ഉള്ളത്. അവരുടെ വയറിനേറ്റ പരിക്ക് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരെ കാണാൻ പോയ ആളുകൾ എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ വളരെ ജാഗരൂകരാണ് താനും. പക്ഷേ CPIMന്റെ നേതൃത്വവും സർക്കാരും അവർക്കേറ്റ പരിക്കിനെ നിരാകരിക്കുകയാണ്. അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വാചകങ്ങളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ ആവർത്തിച്ചു പറയുന്നത്. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. ഈ സമരത്തിൻ്റെ ഭാവി എന്തായിരിക്കും സർക്കാർ ഇങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ? അല്ല, ഡോക്ടർമാരെക്കാളും വിവരമുള്ള ആളുകൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഉത്തരമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്, ശ്രീ വിജയരാഘവനോട്. എന്തുകൊണ്ട് ഇത്രയും വയ്യാതായി കിടക്കുന്ന ആ സ്ത്രീയെ ഇവരുടെ പാർട്ടി അനുഭാവിയാണെന്ന് പറയുന്നു, അവരെന്തുകൊണ്ട് കാണാൻ പോകുന്നില്ല? അന്ന് മകൻ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി അവരെ സന്ദർശിച്ചെങ്കിൽ ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാവുമായിരുന്നു. അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. അല്ലാതെ അവർക്ക് പിച്ചക്കാശ് എറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളെല്ലാം ചെയ്തു, ഇനി കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്തതാണോ ശരി? അദ്ദേഹം നേരത്തെ ഒരു ഭ്രാന്തിയായിട്ടുള്ളൊരു അമ്മയുടെ കാര്യം പറഞ്ഞു. അത് ആരെ പറ്റി പറഞ്ഞതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ രാജിവെച്ചൊരു മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി
രാജിവെക്കില്ല എന്ന് നമുക്കറിയാം. കാരണം മുഖ്യമന്ത്രിയുടെ വർത്തമാനം കേട്ടാൽ എന്തൊരു ഗർവോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതാണോ സാധാരണ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി? ശ്രീ അരുൺ, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ സർക്കാരിൻ്റെ ഈ പറയുന്ന പരസ്യത്തിൽ പറയുന്നു, റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിലും പോലീസ് അതിക്രമത്തിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ഈ അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ കുറ്റം കണ്ടെത്തണമെന്നും തങ്ങളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്താൽ ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ചയാകാമെന്നതാണ് ജിഷ്ണുവിൻ്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും നിലപാട്. പക്ഷേ സർക്കാർ ഇപ്പോൾ റേഞ്ച് IGയുടെ റിപ്പോർട്ട് കിട്ടും മുന്നേ തന്നെ റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിൽ പോലീസിനെതിരെ ഒരു തെളിവുമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് നടപടി ഉണ്ടാവില്ല എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കണം. ജിഷ്ണുവിൻ്റെ അമ്മയുടെ ഈ നിരാഹാര സമരം അങ്ങനെയെങ്കിൽ എവിടെ പോയി നിൽക്കും? പിണറായി വിജയൻ ആണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു നിലയ്ക്കും വഴങ്ങുമെന്ന് സാമാന്യ ബുദ്ധിയാ കരുതേണ്ടതില്ല. അല്ലെങ്കിൽ അവിടെ പോയി അവരെ കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ കാണില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യും, ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് കരുതാൻ വയ്യല്ലോ. അപ്പോൾ ഈ സമരം എവിടെ പോയി നിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് വളരെ രസകരമായൊരു ചോദ്യമാണ്. ഈ സമരത്തിന്റെ പ്രത്യേകത, ഇവിടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത ഒരു സമരമല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് അവരായിട്ട് പൊക്കിക്കൊണ്ടുവന്നൊരു വിഷയമല്ല. ഇവിടെ 100% ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ മകന്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരമ്മയും മകളും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ആ കുടുംബത്തിന്റെ ധാർമ്മികമായ മനോവീര്യം അത് ശ്രീ പിണറായി വിജയന് നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം പിണറായി വിജയൻ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലൂടെ നേടിയെടുത്തിട്ടുള്ള തരത്തിലുള്ള ഒരു മനോവീര്യം അല്ല അത് മുഖ്യമന്ത്രി ഉപദേശിക്കുന്ന ആൾക്കാരും അത് മനസ്സിലാക്കണം. ഇവിടെ ആ അമ്മയ്ക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. ആ അമ്മ ഇപ്പൊ ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇവിടെ നാദാപുരത്ത് അവരുടെ വീട്ടിൽ പോയി അവരുടെ അനിയത്തിക്കുട്ടിയെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട, ഞങ്ങളുടെ മകന് ഞങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതം മതി, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് രണ്ടും കൽപ്പിച്ച് സഹന സമരത്തിന് ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒപ്പം ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമരച്ചൂടും പോലീസിന്റെ അധികാരവും എല്ലാം വെച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പൊതുജനം മുഴുവൻ ഈ കുടുംബത്തിന്റെ ഒപ്പമാണ്. ഈ പൊതുജനം ഇവിടെ സർക്കാർ ഇറക്കുന്ന പത്രപരസ്യമോ അതിന് ഇവർ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസോ ഒന്നുമല്ല പൊതുജനം ഇവിടെ കാണുന്നത്. പൊതുജനം ആ കുടുംബം നേരിടുന്ന യാഥാർത്ഥ്യമായ പ്രശ്നമാണ്. അതായത് അവരുടെ മകൻ മരിച്ചു, അതിന് ഉത്തരവാദികളായ ആൾക്കാരെല്ലാം പുറത്ത്, അതിനുവേണ്ടി യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാതെ സമാധാനപരമായി സമരം ചെയ്യാൻ ചെന്ന കുടുംബത്തെ വലിച്ചിഴച്ച് ആശുപത്രി കൊണ്ടിടുന്നു. അപ്പൊ ഇവിടെ സർക്കാർ എന്ത് പറഞ്ഞ് പൊതുജനത്തെ വിശ്വാസത്തിലെടുക്കും? ഇത് സർക്കാരിന് ഗതികെട്ടുകൊണ്ടല്ലേ സർക്കാർ ഇങ്ങനെ പത്രപരസ്യം ഇറക്കേണ്ടത്? നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇതിനു മുമ്പ് ഒരു സമരത്തെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സമരത്തിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രീ വിജയരാഘവൻ ഇരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ഇത്തരത്തിലുള്ള സമരത്തിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പത്രപരസ്യം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇത് മഹേഷ്, ഈ പത്രപരസ്യം ഒരു അസാധാരണ നടപടിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വയം വീഴ്ച വന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധത്തിനായിരിക്കും സർക്കാർ ഈ ന്യായീകരണങ്ങളുമായി വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ സർക്കാരിന് വേണമെങ്കിൽ ഒരു വിശാലമായ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഈ പ്രശ്നത്തിൽ വ്യക്തമായ ഉത്തരം കേരളത്തിന് കൊടുക്കാവുന്നതാണല്ലോ. അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടിയത് ഈ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ വിശദീകരണം കഴിഞ്ഞ് പിന്നീടുണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല എന്നതുകൊണ്ടായിരിക്കുമോ? അല്ല, ഈ വാർത്താ സമ്മേളനങ്ങളും പത്രക്കുറിപ്പും ഒന്നുമല്ല ഈ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. വിഷ്വലും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. കേരളമാകെ അല്ലെങ്കിൽ ഇന്ത്യയിലാകെ ഇത് ശ്രദ്ധിക്കുന്ന മലയാളികൾ പ്രത്യേകിച്ചും ഈ വാർത്തകളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അവരെ പ്രത്യേകിച്ച് ഇനി ഒരു ബോധ്യപ്പെടുത്താനും ഇതിനെ ന്യായീകരിക്കാനും ഒരു ശ്രമം നടത്തേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നീതി വേണം, ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള വളരെ പെട്ടെന്നുള്ള ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാവണം. കുറ്റവാളികളെ കണ്ടെത്തണം, അവർക്ക് കൃത്യമായ ശിക്ഷ ലഭ്യമാക്കണം. ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനിയിപ്പോൾ അവിടെ നടന്ന പോലീസ് സംസ്ഥാനത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട വലിയൊരു പോസ്റ്റ്മോർട്ടം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ പ്രതികൾ പിടിക്കപ്പെടണം. ഇതിലൂടെ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കേരളത്തിലെ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനത്തിന് ഇതോടുകൂടിയെങ്കിൽ ഒരു അന്ത്യം ഉണ്ടാവണം. ആ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ വലിയൊരു ലക്ഷ്യത്തിന് പുറത്ത് ഈ കേസിനെ കൈകാര്യം ചെയ്യുകയും ഈ കേസിന്റെ ഫോളോ അപ്പ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഉണ്ടാവുന്നില്ല എന്ന വിമർശനം നിങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ ഈ പോലീസ് ആക്ഷന്റെ കാര്യം വിടാം.
ജിഷ്ണു കേസിന്റെ കാര്യത്തിൽ പോലും പോലീസിന് വേണ്ടത്ര ഊർജ്ജസ്വലതയില്ല എന്ന വിമർശനം നിങ്ങൾക്കുണ്ട്. വിമർശനം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സമരം സംഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഇപ്പൊ തന്നെ കേരളത്തിനകത്ത് നടക്കുന്ന സമരത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. വിമർശനം സ്വാഭാവികമാണ്, വിമർശനം സ്വാഭാവികമാണ്. അത് തിരുത്തുന്നതിന് വേണ്ടിയാണ്, നേരായ വഴിക്ക് പോകുന്നതിന് വേണ്ടിയാണ് എന്നതാണ് താങ്കൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. CA വിജയരാഘവൻ, വീണ്ടും താങ്കളിലേക്കാണ്. ഇവിടെ ഇപ്പോ ഇത്രമേൽ ഗൗരവതരമായ സാഹചര്യം ഉണ്ടായെന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നതിന്റെ പ്രതിഫലനമാണ് ഇന്ന് വന്നിട്ടുള്ള ഈ പത്രപരസ്യം. ജനങ്ങൾ അത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ. പക്ഷേ സർക്കാരിൻ്റെ സമീപനം തെളിമയുള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ അസാധാരണമായൊരു നടപടിയിലേക്ക് സർക്കാർ പോയതിൻ്റെ ഉദാഹരണമാണ് ഈ പത്രപരസ്യം. അത്രത്തോളം ഗൗരവത്തോടെ ഇതിനെ കാണുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. അത്ര ഗൗരവ സാഹചര്യം ഉണ്ടായിട്ടും തിരുവനന്തപുരത്തുള്ള ഈ സ്ത്രീയെ, കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗമായ ഈ സ്ത്രീയെ ഒന്ന് പോയി കാണാം എന്ന തീരുമാനം പിണറായി വിജയൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തില് കാണുക അല്ലെങ്കിൽ കണ്ടാൽ തീരുക എന്നല്ല എല്ലാ ഈ വിഷയം. അതൊക്കെ വ്യക്തിപരമായ ഒരു തെറ്റായ രീതിയിലേക്കുള്ള വ്യാഖ്യാനമാണ്. പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുക, അപ്പൊ കുറെ ചോദ്യം ചോദിക്കുക, അപ്പൊ മറുപടി പറയാം. പിണറായി വിജയൻ പോവുക, അവരെ കാണുക, അപ്പൊ തീരും എന്നാര് പറഞ്ഞു? അങ്ങനെ തീരുന്നതാണോ കാര്യം? അത് പിണറായി വിജയൻ അവരെ കാണാം, കാണാതിരിക്കാം, അതല്ല ഇതിന്റെ മുഖ്യ വിഷയം. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവരുടെ പരാതികളോട് സ്വീകരിച്ച സമീപനം എന്താണ്? ആ സമീപനത്തിൽ എന്നത് താങ്കൾ പറയുന്നത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള അനീതികൾക്കുമെതിരായി പോരാടുമെന്നും ദുർബലരോട് അനുഭാവം കാണിക്കുമെന്നും കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണല്ലോ പിണറായി വിജയൻ. പിണറായി വിജയന്റെ വ്യക്തിപരമായ ദുശാഠ്യങ്ങളും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സ്വഭാവ സവിശേഷതകളും അപ്ലൈ ചെയ്യാനുള്ള ഇടവുമല്ലല്ലോ മുഖ്യമന്ത്രി കസേര. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ജനം വോട്ട് ചെയ്തിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരാണുള്ളത്. അതിൻ്റെ നേതാവിൽ നിന്ന് എല്ലാത്തരം ദുർബലരോടും അവശത അനുഭവിക്കുന്നവരോടും പീഡിതരോടും അനുഭാവം കാണിക്കുന്ന നേതാവിനെ, ഭരണാധികാരിയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. ആ ബാധ്യത നിറവേറ്റാൻ പിണറായി വിജയൻ ഉത്തമമായ ഉത്തരവാദിത്തമുണ്ടല്ലോ. അത് അദ്ദേഹം എന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം എവിടെയെല്ലാം പോയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. തിരുത്തൂരിൽ മരിച്ച കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ അദ്ദേഹം പോയിട്ടുണ്ട്. എതിർമുന്നണിയിലുള്ള നേതാവിനെ കാണാൻ അദ്ദേഹം കോഴിക്കോട് വന്നിട്ടുണ്ട്. ആ നിലയിൽ അദ്ദേഹം പലയിടത്തും വീട് സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടെ പോയാലെന്നാണ് ഇത്രമേൽ വലിയ പ്രശ്നമായി ഇത് മാറിയപ്പോഴെങ്കിലും. അതെ, അല്ല, അത് പോവില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞ പിണറായി അങ്ങോട്ട് പോവില്ല എന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മളതിനെ അങ്ങനെ എടുക്കരുത്. വിഷയത്തെ നമ്മൾ മുഖ്യമന്ത്രി പോയോന്നല്ല, മുഖ്യമന്ത്രി മിനിയാന്ന് പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഞങ്ങളും ഈ ഗവൺമെന്റ് ഈ അമ്മയോടൊപ്പമാണ് എന്നാണ് മിനിയാന്ന് പിണറായി വിജയൻ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. ഞാൻ എന്റെ ഇപ്പുറത്തിരുന്ന് അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയുടെ ഒപ്പമാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോരെ? കേരളത്തിലെ മുഖ്യമന്ത്രി അതിനൊരു എല്ലായിടത്തും അങ്ങനെ പറഞ്ഞാൽ പോരാ. CA വിജയരാഘവൻ, താങ്കൾ എല്ലാത്തിനെയും വളരെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. കൗതുകം തോന്നുന്നു എനിക്ക് ആ കാര്യത്തിൽ. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കൾ ആ വീട്ടിൽ പോകുമോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, എല്ലായിടത്തും പോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു സമയം കിട്ടിയാൽ പോകും, ഇപ്പോൾ ഏതായാലും പോകുന്നില്ല എന്ന്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലായ്പ്പോഴും അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഈ വിഷയത്തിലെ സമീപനം എന്താണ് എന്ന് വായിച്ചെടുക്കാൻ കൂടി കഴിയുന്നതാണ്. ഒരു പോക്കുകൊണ്ട് ഈ പ്രശ്നത്തിലെ പകുതി പ്രശ്നവും ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഞാൻ പോവില്ല എന്ന ദുശാഠ്യമാണ് പിണറായി വിജയന്. ആ ദുശാഠ്യം കൊണ്ട് സർക്കാരിൻ്റെ ഇമേജ് ജനങ്ങൾക്കിടയിൽ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വായിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയാനുഭവം മതിയാവും. അത് നിങ്ങൾക്കറിയാത്തതുമല്ല. പക്ഷെ നിങ്ങളത് സാങ്കേതികത പറഞ്ഞ് സമ്മതിച്ചു തരില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെയല്ല, സാങ്കേതികത ഒന്നും ഇതിലില്ല. എന്തൊക്കെ മനുഷ്യത്വത്തിന്റെ പ്രശ്നം. നമ്മൾ ആത്യന്തികമായിട്ട് മനുഷ്യരല്ലേ, നമുക്കിങ്ങനെ സാങ്കേതികമായിട്ട് മാത്രം വിഷയങ്ങളെ കാണാൻ കഴിയുമോ? അങ്ങനെയില്ല. നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ ആ കുടുംബത്തിന്റെ പ്രശ്നം ഒരു ഭാഗത്തുണ്ട്, വേറൊരു ഭാഗത്ത് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ നടത്തുന്ന പരിശ്രമങ്ങളുണ്ട്. അതിനെ കാണാതിരിക്കേണ്ട. ഇവിടെ ഒരു ദിവസം ഇവിടെ ഒരു ഹർത്താൽ നടന്നല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഹർത്താൽ നടന്നല്ലോ. പേരാമ്പ്രയിലെ ഹർത്താല്, തിരുവനന്തപുരത്തെ ഹർത്താല്, സംസ്ഥാനത്തെ ഹർത്താല്, അതിനൊക്കെ നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. തെരുവിൽ ആരാണ് അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഒരു സംഘം ആളുകൾ ഗവൺമെന്റിനെതിരായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റിനോട് താല്പര്യമുള്ളവരുണ്ടാവാം, ഈ ഗവൺമെന്റിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം, ഈ ഗവൺമെന്റിനോട് വിരോധമുള്ളവരുണ്ടാവാം. അവരിൽ
അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഈ ഗവൺമെന്റ് നിലനിൽക്കേണ്ട, ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അവരുടെ ആ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങളും പൊതുപ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ. അതിനോട് ഗവൺമെന്റിന് പ്രതികരിക്കുക, അതിലൂടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന തെറ്റിദ്ധാരണയെ തിരുത്താൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയെ മാറ്റുക. അതിനുവേണ്ടി ഗവൺമെന്റ് പരസ്യം കൊടുക്കും, പാർട്ടി പ്രസ്താവന കൊടുക്കും. അത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതിന് തെറ്റായി കാണരുത്. അതേസമയം ഇതിന്റെ പേരിൽ നിങ്ങൾ പിണറായി വിജയൻ ഈ ഭൂമിയിൽ ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യനാണ് ഇതൊക്കെ പറഞ്ഞാല് അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാളത് വിശ്വസിക്കും ഞാൻ കരുതുന്നില്ല. ഞാൻ നന്നായിട്ട് അടുത്തറിയുന്ന ഒരാളാണ്. എനിക്ക് അത് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. നമ്മളെ പൊതുസമൂഹം അത് വിശ്വസിക്കേണ്ട കാര്യം. മുഖ്യമന്ത്രി ഒരു അവിടെ പോകാതിരിക്കണോ എന്നതല്ല ഇവിടുത്തെ മുഖ്യ പ്രശ്നം. അതുകൊണ്ട് തീരുന്നതുമല്ല അത്. ആ കുടുംബത്തിന്റെ വേദന, ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ വേദന ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം തീരുവോ? അതുകൊണ്ട് അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഒരു ക്രൂരനായ മനുഷ്യനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഒന്ന് പോകാൻ തീരുമാനിച്ചാൽ അത് ആ കുടുംബത്തോട് നിങ്ങൾക്ക് അനുഭാവമുണ്ട് എന്ന് പറയുന്നതിന് കൂടുതൽ അടിസ്ഥാനമുണ്ടായേനെ എന്നാണ്. ഇതിപ്പോ നിങ്ങൾ ഇരകളുടെ പക്ഷത്താണ് എന്ന് പറയുന്നതല്ലാതെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഫലമായ പത്രപരസ്യം പോലും കൊടുക്കേണ്ടി വന്നത്. ഇതും വിഫലമാണെന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. കാരണം അത്രമേൽ അവാസ്തവമായ കാര്യങ്ങൾ ഇതിനുള്ളിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട്. ശ്രീമതി പത്മജ വേണുഗോപാൽ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വീട്ടിലേക്കോ അവരെ കാണാനോ പോകുന്നത് ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്, പോകുന്നില്ല എന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല, സർക്കാരിൻ്റെ നയമാണ് പ്രധാനമെന്നൊക്കെയാണ് എ വിജയരാഘവൻ വിശദീകരിക്കുന്നത്. പക്ഷേ പോകുമോ താങ്കൾ എന്ന ചോദ്യത്തിന് നിരന്തരമായി ഞാൻ പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ആ വിഷയത്തിലെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്നതാണോ? ഇദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഇങ്ങനെയാണെന്ന് ജനങ്ങൾ കരുതാൻ ആ മറുപടി കാരണമാകുമോ? അല്ല, ശ്രീ വിജയരാഘവനെ ചിലപ്പോൾ അറിയുമായിരിക്കും പിണറായി വിജയൻ എങ്ങനെയാണെന്ന്. പക്ഷെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് പ്രവൃത്തികളിൽ കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സോടുകൂടിയിട്ടല്ല അദ്ദേഹം ആളുകളോട് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാലും അല്ലെങ്കിൽ ഒരു കൂടെ ഉണ്ടായിരുന്ന അവരുടെ പാർട്ടി, ആ മകനെ പറ്റി ഞാൻ പറയുന്നത് കേട്ടു, വിഷുക്കണി കണ്ടതുപോലും ഇവരുടെ നേതാക്കന്മാരുടെ മുഖം ആണെന്ന് പറയുന്ന ആ ഒരു മകൻ്റെ അമ്മയോട് അല്ലെങ്കിൽ ആ കുടുംബത്തോട് കാണിക്കുന്നതാണോ ഒരു സാധാരണ ഒരു മനുഷ്യൻ കാണിക്കുന്നതാണോ മുഖ്യമന്ത്രി കാണിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അതിനേക്കാൾ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ആ അമ്മേനെ വലിച്ചഴയ്ക്കുന്ന കണ്ടപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. തീർച്ചയായിട്ടും ഇന്ന് വിഷ്വൽ മീഡിയ ഒക്കെ കൂടുതൽ പണ്ടത്തെ കാലം മാതിരിയല്ല, നമുക്ക് എന്താ നടക്കുന്നതെന്ന് നേരിട്ട് കാണാൻ പറ്റും. അപ്പം മുഖ്യമന്ത്രി ഇപ്പം 2-3 മാസമായി ആ കുട്ടി മരിച്ചിട്ട്, ഇതുവരെ അവിടേക്ക് പോകാൻ സമയം കിട്ടിയില്ലേ? കണ്ണൂർക്കുള്ള വഴി തന്നെയാണല്ലോ, കണ്ണൂർ പോകുന്ന വഴിയാണല്ലോ. മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് എത്രയോ സ്ഥലങ്ങളിൽ പോയി. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പോവില്ല എന്നൊരു വാശി? ആ മകൻ, ആ സ്ത്രീയുടെ ദുഃഖം എല്ലാവർക്കും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു ദുഃഖത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ദുഃഖമില്ല എന്നാണോ പറയണത്? അതോ മുഖ്യമന്ത്രി ദുഷ്ടനാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ അങ്ങനെ തോന്നുമെന്നാണ്. MP വീരേന്ദ്രകുമാറിന് പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ആദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നത് താങ്കൾ ജിഷ്ണുവിന്റെ വീട്ടിൽ പോയി മഹിജയെ കാണുന്നുണ്ടോ എന്ന്. ഞാനില്ല, പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എല്ലായിടത്തും പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് ചോദ്യത്തിനാണ് വിശാലമായി അദ്ദേഹം പറഞ്ഞത് ഞാൻ പോകാൻ ആലോചിക്കാം, ഇപ്പോൾ എന്തായാലും പോകുന്നില്ല എന്നതൊക്കെ. ശ്രീ അരുൺ, ഇവിടെ എ വിജയരാഘവൻ ചൂണ്ടിക്കാണിക്കുകയാണ് സർക്കാരിൻ്റെ നയം എന്താണ് എന്നത് പരിശോധിച്ചാൽ മതി, മുഖ്യമന്ത്രി അവിടെ പോയി അവരെ കാണുന്നുണ്ടോ എന്നത് പ്രസക്തമല്ല എന്ന്. താങ്കൾ എന്തു കരുതുന്നു? പിണറായി വിജയൻ അവരെ പോയി സന്ദർശിക്കുക എന്നത് ഈ പ്രശ്ന പരിഹാരത്തിൽ നിർണായകമായ ഒരു ഫാക്ടറായി മാറുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനും അപ്പുറത്ത് പിണറായി വിജയൻ പോയി സന്ദർശിച്ചതുകൊണ്ട് തീരേണ്ട ഒരു പ്രശ്നമല്ല. അതായത് ഇവിടെ അവരുടെ പ്രവർത്തികൾ നോക്കൂ, സർക്കാരിന്റെ പ്രവർത്തികൾ ഉണ്ട്. അപ്പം നമ്മൾ ശ്രീ വിജയരാഘവന്റെ വാക്കുകളിൽ തന്നെ കടമെടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് പോലീസ് അവിടെ കാട്ടിക്കൂട്ടിയതും? സർക്കാരിന്റെ നയം. ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ തീർത്തും അനുരഞ്ജനപരമായ രീതിയിൽ ഈ വിഷയം ടാക്കിൾ ചെയ്യാമായിരുന്നു. അപ്പൊ ജനങ്ങൾ നോക്കുന്നത് സർക്കാരിന്റെ പ്രവൃത്തിയാണ്. ഇപ്പൊ പിണറായി വിജയൻ അവരെ അവിടെ പോയി കാണുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു പോസിറ്റീവ് ജസ്റ്ററായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ കുടുംബത്തിന് വേണ്ടത്, അവർക്ക് നീതിയാണ് വേണ്ടത്. ഈ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം അവരുടെ മനസ്സിലുള്ളിടത്തോളം കാലം സർക്കാർ ഗൗരവകരമായ ഇടപെടൽ നടത്തേണ്ടി വരും. ഇപ്പൊ DGPയും പിന്നെ കടകംപള്ളി സുരേന്ദ്രനും ആശുപത്രി പോയി അവരെ കണ്ടുല്ലോ, എന്നിട്ട് എന്താ അവർ നിരാഹാരം പിൻവലിക്കാത്തത്? കാരണം DGPയും കടകംപള്ളി സുരേന്ദ്രനും അവിടെ പോയി സംസാരിച്ചിട്ട് കൊടുത്ത വാക്കുകളിൽ ആ കുടുംബത്തിന് വിശ്വാസം വന്നിട്ടില്ല. അപ്പൊ അവര്
പോസിറ്റീവ് ജസ്റ്റേഴ്സിനപ്പുറം കോൺക്രീറ്റ് ആയിട്ടുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർ ആവശ്യപ്പെടുന്നു. അത് തികച്ചും ന്യായമാണ്. ഞാൻ പറഞ്ഞ അവരുടെ ഭാഗത്ത് നമുക്കൊരു ഇൻജസ്റ്റിസ്, അവരുടെ ഡിമാൻഡ്സിൽ യാതൊരു വിധത്തിലുള്ള അനീതിയോ അപ്രാപ്യമായ കാര്യങ്ങളോ ഇല്ല. തികച്ചും ന്യായമായ കാര്യങ്ങളാണ് ജിഷ്ണുവിന്റെ അമ്മയും കുടുംബവും ഉന്നയിക്കുന്നത്. അപ്പൊ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിന് പകരം DGPയെ കൊണ്ട് സംസാരിച്ചതുകൊണ്ടോ കടകംപള്ളി സുരേന്ദ്രനുമായി സംസാരിച്ചതുകൊണ്ടോ ഇനിയിപ്പോ മുഖ്യമന്ത്രി പോയി സംസാരിച്ചിട്ടും സംസാരമല്ല, പ്രവൃത്തിയിലെയാണ് കാര്യം വരേണ്ടത്. അപ്പൊ വിജയരാഘവൻ പറഞ്ഞ പോലെ തന്നെ സർക്കാരിന്റെ നയം ഇവിടെ ജനങ്ങൾക്ക് വ്യക്തമാകണം. സോഫാർ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നത് സർക്കാർ ഇതിൽ ഒരു കടുംപിടുത്തമാണ്. അതായത് ജിഷ്ണുവിന്റെ അമ്മയും കുടുംബവും ഞങ്ങൾ അധികാരമുള്ള സർക്കാർ പറയുന്ന പോലെ പ്രതിഷേധിക്കണം. ഞങ്ങൾ പറയാം സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധിച്ചോ കുഴപ്പമില്ല, പക്ഷെ DGPയുടെ അടുത്തേക്കൊന്നും നിങ്ങൾ പോകരുത്. അതായത് അവരുടെ അവർക്ക് മുമ്പിൽ താന്നു നിന്നുകൊണ്ട് ഒരു സമരമാണെങ്കിലേ അവർ ഗവനിക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ മകൻ മരിച്ച വേദനയിൽ അവർ സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു സമരം അതൊക്കെ ഞങ്ങൾ അടിച്ചമർത്തും, ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരിധി കൂടുതൽ നിങ്ങളൊരു സമരവുമായിട്ട് വരരുത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നയമെന്ന് പൊതുജനത്തിന് സർക്കാരിന്റെ പ്രവൃത്തിയിലൂടെ തോന്നുന്നത്. അപ്പോൾ ഈ പ്രവൃത്തിയിൽ വളരെ വ്യക്തമായ പ്രകടമായ മാറ്റം കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറേഷൻ ആളി കത്തുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്കാർ തിങ്കളാഴ്ച DGP ഓഫീസിന് മുന്നിലേക്ക് തന്നെ മാർച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇതിൽ കാണുന്ന ഒരു രാഷ്ട്രീയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധാരണ കുടുംബത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചടിച്ച് ആശുപത്രി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൊതുജനം നോക്കി നിൽക്കില്ല. ഇപ്പൊ ആം ആദ്മി പാർട്ടി കേരളത്തിൽ അങ്ങനെ ഭയങ്കര ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് ശ്രീ വിജയരാഘവൻ, ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, ഇപ്പോൾ ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്, ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങളെ പോലീസ് കൈകാര്യം ചെയ്തു, പരിക്കേറ്റു, അതുകൊണ്ട് പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ്. അങ്ങനെ നടപടി ഉണ്ടായാൽ DGPയുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് അവർ പറയുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പരസ്യം വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മളിതിൽ കണ്ടെച്ചാൽ ഞാനിപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയണം, ഇതില് മാനുഷികമായ പ്രശ്നങ്ങളോട് 100%, 101% ഗവൺമെന്റ് വളരെ അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് നിർവഹിച്ചിട്ടുണ്ട്. അവർക്കും അതിൽ പരാതി അവർ പറഞ്ഞിട്ടില്ല. ഇവര് പിണറായി വിജയനെ അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനും മഹിജയും തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ടല്ലോ. കുടുംബം പിണറായി പോയി കാണുകയുണ്ടായല്ലോ. അതുകൊണ്ട് കണ്ടില്ല എന്നുള്ള വിഷയം അതിൽ വരുന്നില്ല. നമുക്കിതിന്റെ അപ്പുറത്ത് അവരുടെ വിഷമങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കീഴിൽ നിന്നുകൊണ്ട് എത്രത്തോളം നമുക്ക് ഇക്കാര്യത്തിൽ അവരെ സഹായിക്കാനാകുമോ അതിനാണ് ഗവൺമെന്റ് മുൻകൈ എടുക്കുക. അതിൽ ഏതെങ്കിലും പോലീസുകാരന്റെ ഭാഗത്തുനിന്നാണ് വിഷമത അത് ഉണ്ടെങ്കിലും ഈ ഗവൺമെന്റിന് വിഷമം ഉണ്ടാവില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നാണ് ഈ ഗവൺമെന്റിന് വിഷമം ഉണ്ടാവില്ല. മാനേജ്മെന്റിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വരെ പോയ ഒരു ഗവൺമെന്റല്ലേ ഇത്. നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിതമായ തരത്തിൽ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ ഗവൺമെന്റ് ആ നിലയിലെല്ലാം അവരെ സഹായിക്കുന്നതിന് ചെയ്യുക. അവരുടെ ജീവിതത്തിന്റെ നഷ്ടം അതുകൊണ്ട് പോലും നികത്താൻ കഴിയില്ല എന്നുള്ളതും നമുക്കെല്ലാം അറിയാം. ഇതിന്റെ ഇതൊരു മാനുഷികമായ ഒരു മനുഷ്യാവസ്ഥയുടെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനോട് എല്ലാവരും അതിലൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല. നമുക്കുണ്ടാവില്ല, പാർട്ടിക്കുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റുകാർ ആയവർക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്കും എല്ലാവർക്കും ഇത് മനുഷ്യസ്നേഹമായ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തിരി കുറവും അല്ലാത്തവർക്ക് ഇത്തിരി കൂടുതലും, അല്ല മറ്റവർക്ക് കുറവും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലും, അങ്ങനെയൊന്നുമല്ല. ഇത് കേരളീയ സമൂഹം ഈ പ്രശ്നത്തിൽ ആ അമ്മയുടെ കൂടെയാണ്, അവരുടെ ദുഃഖത്തിനൊപ്പമാണ്. അവിടെ തന്നെയാണ് ഞങ്ങളെല്ലാം നിൽക്കുക. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിജയരാഘവൻ, അരുൺ, ഒപ്പം തന്നെ പത്മജ വേണുഗോപാൽ, മഹേഷ് കക്കത്ത്. നന്ദി ഒരിക്കൽ കൂടി. സ്പെഷ്യൽ എഡിഷൻ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി ഇടവേളയ്ക്ക് ശേഷം നൈറ്റ് ന്യൂസ്.